ഫ്രണ്ട്സ്, നമ്മളത് അങ്ങനെ യാത്ര ചെയ്ത് UK എത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട്, ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ പറഞ്ഞ ഓമന പേരിലൂടെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം UK നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ വന്നപ്പോ ഒരു ദിവസം ഞായറാഴ്ച നിങ്ങളില്ലാത്തപ്പോ നമ്മള് ചിക്കൻ കഴിച്ചു. റെജി ഒക്കെ കൊണ്ടുപോയി ചിക്കൻ കഴിച്ചത്. നമ്മളങ്ങനെ ഒരു 6-6.5 വർഷത്തോളം നമ്മൾ ബസ്സിനും അതുപോലെ നടന്നൊക്കെ പോയിക്കൊണ്ടിരുന്ന തെരുവീഥികളിലൂടെ നമ്മളങ്ങനെ ഓർമ്മകൾ അയവിറക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്കുള്ള മലയാളികളെ നമുക്ക് മിക്കവാറും അറിയാം കേട്ടോ. അപ്പോൾ ഇവിടേക്കുള്ള മലയാളികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കാരണം നമുക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഹെയ്സിൽ ട്യൂഡർ റോഡ് എന്ന് പറഞ്ഞ ഒരു സ്ട്രീറ്റിലായിരുന്നു നമ്മൾ ആദ്യം താമസിച്ചിരുന്നത്. പിന്നെ നമ്മൾ വീടുകളൊക്കെ മാറി മാറി താമസിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു കോർണർ ഷോപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ പേരുകളിൽ നമ്മൾ വിളിച്ചിരുന്ന നമ്മുടെ സ്വന്തം സ്ഥലമാണിത്. ഇത് വെസ്റ്റ് ലണ്ടൻ ആണ്. ഇവിടെ വെസ്റ്റ് ലണ്ടൻ്റെ ഏറ്റവും അറ്റത്ത് ഓക്സ്ബ്രിഡ്ജ്, അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഈസ്റ്റ് ഹാമിലൊക്കെ കുറേ അധികം മലയാളികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സൗത്ത് ഹാൾ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. സൗത്ത് ഹാൾ ശരിക്കും ഇന്ത്യയിൽ നമ്മൾ സ്ട്രീറ്റിൽ പോയ പോലെ തോന്നും. കാരണം അവിടെ കുറേ പഞ്ചാബി ഷോപ്സ് കുറേ നമുക്ക് കാണാം. അപ്പം അങ്ങനെ പഞ്ചാബി ഷോപ്സിൽ നിന്ന് നമ്മൾ കുറേ ഇന്ത്യൻ ഡ്രസ്സസൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഈ സൗത്ത് ഹാളൊക്കെ ശരിക്കും പഞ്ചാബികളുടെ സ്വന്തം സ്ഥലമായിട്ട് തന്നെ ലണ്ടനിൽ കരുതപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ന്യൂസിലൊക്കെ കുറേ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഇവിടെ ബാങ്ക് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലണ്ടൻ വളരെ നിശബ്ദമായിരുന്നു. ഷോപ്സ് ഒക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുപോലെ റോഡുകളൊന്നും ഒട്ടും ട്രാഫിക് ഉണ്ട്. നമ്മളിവിടെ താമസിച്ചിരുന്നപ്പോഴായാലും അതുപോലെ ഇപ്പൊ നമ്മൾ വിസിറ്റിന് വന്നപ്പോഴായാലും മോളി ചേച്ചിയുടെയും സോണി ചേട്ടന്റെയും കൂടെ ലണ്ടൻ സിറ്റി നമ്മൾ ഒരുപാട് കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഈലിംഗ് ഹോസ്പിറ്റലൊക്കെ ഒന്ന് കറങ്ങി. ഈലിംഗ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ബസ്സിന് പോകുന്ന സ്ഥലമായിരുന്നു. കാരണം നമ്മുടെ ഹെയ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈലിംഗ് ഹോസ്പിറ്റലൊക്കെ വരുന്നത്. അപ്പോൾ മെയിൻ ബസ്സസൊക്കെ ഈ ഈലിംഗ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ബസ്സസ് എല്ലാം അതുപോലെ സ്ഥലങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ബസ്സിൻ്റെ നമ്പേഴ്സൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. എക്സ്പ്രസ് ആയിട്ടുള്ള 607 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ്സുണ്ട്. പിന്നെ അതുപോലെ 427 അതായിരുന്നു എൻ്റെ ഓർമ്മയിലുള്ള ബസ്സുകൾ 2 എപ്പോഴും നമുക്ക് എക്സ്പ്രസ് ബസ് കിട്ടായിരുന്നെങ്കിൽ എക്സ്പ്രസ് ബസ് അങ്ങനെ പല സ്റ്റോപ്പുകളിലും നിർത്തില്ല. അതൊന്ന് കുറച്ചും കൂടി ഫാസ്റ്റാണ്. പക്ഷേ 427 എന്ന് പറഞ്ഞ ബസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്റ്റോപ്പിലും നിർത്തി പോകും. 2 ബസ്സിലും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള ബസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോപ്പിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ പേരെ കയറ്റാണ്ട് പോകും. പ്രവാസിയായിട്ട് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് ചെല്ലും. സ്വപ്നങ്ങൾ, സന്തോഷം, സങ്കടം, ഒറ്റപ്പെടൽ, തണുപ്പ് എല്ലാം എത്രയോ നൂറ്റാണ്ടുകളായി ലണ്ടൻ സിറ്റിയിലെ ബസ് സ്റ്റോപ്പുകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുണ്ടാകുക എന്ന് തോന്നുന്നു. 2011 മുതൽ 2016 വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലണ്ടൻ സിറ്റി മുഴുവൻ കറങ്ങാൻ ഒരു ദിവസം 4.5 പൗണ്ടാണ് നമുക്ക് ഒരു ദിവസം ബസ് ചാർജ് വരുന്നത്. ആദ്യത്തെ ബസ്സിൽ പോകുമ്പോൾ 1.5 പൗണ്ട് നമ്മുടെ കാർഡിൽ നിന്ന് ഡിഡക്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ബസ്സിൽ കയറുമ്പോൾ 1.5 പൗണ്ട് പോവും. അങ്ങനെ 4.5 പൗണ്ട് വരെ നമ്മുടെ കാർഡിൽ നിന്ന് പോവുള്ളൂ എത്ര ബസ്സിൽ കയറിയാലും. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പോവാം. അതുപോലെ ട്രെയിനിലാണെങ്കിലും മെട്രോ റെയിലുണ്ട്. മെട്രോ റെയിലിൽ നമുക്ക് എത്ര പ്രാവശ്യം പോയാലും അന്ന് $15 ലണ്ടൻ സിറ്റി മുഴുവനും നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പോകാൻ വരാം. അങ്ങനെയൊക്കെ എത്ര ട്രെയിൻ വേണമെങ്കിലും കയറാം. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ മിക്കവാറും $15 അങ്ങ് പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ കയറുക. പിന്നെ ലണ്ടൻ സിറ്റിയിലൂടെയൊക്കെ നമ്മൾ കാറൊക്കെ കൊണ്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത്ര അധികം ട്രാഫിക്കാണ്. പക്ഷേ ഇന്നത്തെ ദിവസം ഇങ്ങനെ ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ വളരെ തിരക്കൊക്കെ കുറവായിരുന്നു. വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് നല്ല ദിവസമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ മോനുണ്ടായ ഹില്ലിങ്ടൺ ഹോസ്പിറ്റലിൻ്റെ ഏരിയയൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോൺവെൻറ്റ് ഉണ്ടായിരുന്നു. 2 പള്ളി ഉണ്ടായിരുന്നു. ഹെയ്സ് ചർച്ചും അതുപോലെ ഹില്ലിങ്ടൺ ചർച്ചും. അത് കുറച്ച് ദൂരത്തിലായിരുന്നു. അപ്പോൾ ഈ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തൊട്ടടുത്ത കോൺവെൻറ്റിലായിരുന്നു എവറി സിംഗിൾ ഡേ നമ്മൾ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്. പള്ളിയൊക്കെ നമ്മൾ പള്ളി പോകുന്ന വഴിയും പള്ളിയൊക്കെ നമുക്ക് കാണിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊരു രക്ഷയില്ലായിരുന്നു, നേരമില്ലായിരുന്നു. മോളി ചേച്ചിയും സോണി ചേട്ടനും വെസ്റ്റ് ലണ്ടൻ സിറ്റിയുടെ ഹൃദയഭാഗത്ത് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസ് വാങ്ങിച്ച് ഞങ്ങളെയൊക്കെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ എല്ലാവരും നല്ല ആർഭാടായിട്ട് തന്നെ കഴിച്ചു. അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിച്ചണൊക്കെ അവർ റിനോവേറ്റ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസസ്, അതുപോലെ വളരെ ബ്യൂട്ടിഫുള്ളായ അന്തരീക്ഷം, അതുപോലെ വെതറൊക്കെ നല്ല സുഖമുള്ള വെതറായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. കാരണം
ഒട്ടും തണുപ്പില്ല, അതുപോലെ തണുപ്പ് കൂടുതൽ, അതായത് എക്സ്ട്രീം ആയിട്ടുള്ള തണുപ്പ് ഒക്കെ കുറഞ്ഞ്, അതുപോലെ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെതറായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാനും കാഴ്ചകൾ കാണാനൊക്കെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, എങ്കിൽ പോലും സമയം നന്നായി യൂട്ടിലൈസ് ചെയ്തു, കാഴ്ചകളൊക്കെ കണ്ടു. ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞു. ഈ ലണ്ടൻ ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു പാറ്റേൺ ആണ്, അതായത് മുകളിൽ ബെഡ്റൂം, അതുപോലെ താഴെ കിച്ചൺ, ലിവിങ് റൂം. പിന്നെ ലണ്ടൻ ഹൗസസ് എല്ലാം ഇൻഡിപെൻഡൻറ്റ് ഹൗസസ് അല്ല, കാരണം തൊട്ടപ്പുറത്ത് തന്നെ അടുത്ത വീടിൻ്റെ ചുമരാണ്. പക്ഷെ എന്നാലും ഒരു ഡിസ്കംഫർട്ടും ഇല്ല കേട്ടോ, കാരണം അടുത്ത വീട്ടിലെ TV വളരെ സൗണ്ടിൽ വെച്ചാലോ അതുപോലെ പാട്ട് നല്ല സൗണ്ടിലൊന്നും വെച്ചാലോ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പിന്നെ അപ്പുറത്തെ വീട്ടുകാർ നമ്മളെ ശരിക്കും വിളിച്ചാൽ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും ആ വൈറ്റ് കളറായിട്ടുള്ള വീടുകളുടെ അല്ലെങ്കിൽ വൈറ്റ് കളറിൻ്റെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പിന്നെ ലണ്ടൻ സിറ്റി ആയതുകൊണ്ട് തന്നെ സ്ഥലപരിമിതിയൊക്കെ എല്ലായിടത്തും ഉണ്ട്, എങ്കിൽ പോലും ബാക്ക് യാർഡിനും അതുപോലെ വീടിനും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടാണ് എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കുക. അതുപോലെ ബാക്ക് യാർഡിൻ്റെ അവിടെ മതിൽ കെട്ടി തിരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സൗകര്യമാണ്. ബാക്കിലിരുന്നായാലും നമുക്ക് സമ്മറിൽ ഫുഡ് കഴിക്കാനോ പാർട്ടി നടത്താനോ എല്ലാം പറ്റും. പിന്നെ ഇവിടെ മിക്കവാറും എല്ലാ മലയാളികളും ഞങ്ങളും അതുപോലെ താമസിച്ചിരുന്ന സമയത്ത് നമ്മൾ ബാക്ക് യാർഡിൽ കുറേ കൃഷിയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സമ്മറിലൊക്കെ ഇവിടെ നമുക്ക് വളരെയധികം സൗകര്യമാണ്. ബാക്ക് യാർഡിൽ നമുക്ക് കുറേ കൃഷിയൊക്കെ ചെയ്യാൻ വളരെയധികം സൗകര്യമാണ്. പിന്നെ ലണ്ടൻ സിറ്റിയിൽ നമുക്ക് കുറേയധികം സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് സീമയെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. സീമ പിന്നെ നമ്മളെ കാണാൻ ഓടി വന്നത് തിരക്കൊന്നും ഇല്ലാത്ത കൊണ്ടൊന്നുമല്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കുറേയധികം ആരാധകരുള്ള ഒരു സെലിബ്രിറ്റിയാണ് സീമ സന്ദീപ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് വ്ളോഗ്സ് ഒക്കെ കിട്ടും. നമ്മളങ്ങനെ വളരെ തിരക്കിട്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഹീത്രോ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ ഹില്ലിംഗ്ടൺ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോയി. നമ്മൾ ലഗേജ് ഒന്നും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഹാൻഡ് ക്യാരി മാത്രമേ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും നമുക്ക് കുറച്ച് 2-2.5 മണിക്കൂറൊക്കെ മുമ്പ് തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തി. എയർപോർട്ടൊക്കെ തൊട്ടടുത്താണ് കേട്ടോ, അതായത് ഹീത്രോ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങിയത്. ഹീത്രോ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് കയറിയത്. ഹീത്രോ എയർപോർട്ടിലേക്ക് നമുക്ക് ഹെയ്സിലോട്ട് ഒരു 10 മിനിറ്റൊക്കെ ദൂരമുള്ളൂ. അവിടെ നിന്ന് ട്രെയിനും ഉണ്ട്, അതുപോലെ ബസ്സും ഉണ്ട് കേട്ടോ. വളരെ സൗകര്യമാണ് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ലണ്ടൻ സിറ്റിയിൽ, കാരണം ട്രെയിനും ബസ്സൊക്കെ 24 hours ഉണ്ട്. അതുപോലെ ലണ്ടൻ റെയിൽ സർവീസ് എവറി 2 minutes ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ മോനുണ്ടായ ഹില്ലിംഗ്ടൺ ഹോസ്പിറ്റലിൻ്റെ വഴിയും കണ്ടു. ദൈവത്തിന് ഒരുപാട് നന്ദി. കൂടെ സോണിച്ചേട്ടനും മോളി ചേച്ചിക്കും എല്ലാവരെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ.